നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഉപനിഷത്ത് മഹാവാക്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നിലെ 3 എപ്പിസോഡുകൾ കാണാത്തവരാണെങ്കിൽ 35, 36, 37 എന്നീ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ കണ്ടിന്യൂറ്റിയോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും എന്ന് തോന്നുന്നു. ആദ്യത്തെ 3 ഉപനിഷത്ത് വാക്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചു. ഗുരുവിന്റെ നിർദ്ദേശവാചകമായ തത്വമസി, ദാറ്റ് യു ആർ, അത് ശിഷ്യൻ തിരിച്ചറിയുന്ന വാചകമായ അഹം ബ്രഹ്മാസ്മി. പിന്നീട് അതിലേക്കുള്ള ഒരു മാർഗം എന്ന നിലയിൽ അയം ആത്മാ ബ്രഹ്മ. ഈ 3 മഹാവാക്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ എപ്പിസോഡിൽ 4ാമത്തെ മഹാവാക്യമായ പ്രജ്ഞാനം ബ്രഹ്മ എന്നതിലേക്ക് നമുക്ക് പോകാം. ഋഗ്വേദത്തിലെ ഐതരേയ ഉപനിഷത്തിലാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഉള്ളത്. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രയോഗക്ഷമമായ ജ്ഞാനം, അനുഭവജ്ഞാനം എന്നാണ് അർത്ഥം. അതായത് ഞാൻ അതുതന്നെയാണ് എന്ന അനുഭവജ്ഞാനം തന്നെയാണ് അത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, ഞാൻ അതുതന്നെയാണ് എന്ന തിരിച്ചറിവാണ് അത്. അതുതന്നെയാണ് അത് എന്ന് പറഞ്ഞാൽ ഒരു ബോധമാണ് അത് എന്നർത്ഥം. ഞാൻ അതാണ് എന്ന് കണ്ടു, എനിക്ക് അവിടേക്ക് പോകാനുള്ള വഴി കണ്ടു. അങ്ങനെ അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് ഞാൻ അറിയുക അതെന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്. ഞാൻ അതുതന്നെയാണ് എന്ന അനുഭവ ബോധ്യം തന്നെയാണ് അത്. ഒരിത്തിരി വളർന്നു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന ഒരു ചൊല്ലാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിലേറെ നേരെ ചൊവ്വേ അത് പറയാൻ വേറെ മാർഗം ഒന്നും ഇല്ല. ഞാൻ അതാണ് എന്ന തിരിച്ചറിവിൻ്റെ പ്രായോഗികമായ അനുഭവം, ആ ബോധമാണ് അത്. ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നത്തെ അനുഭൂതി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടുകിട്ടും. എങ്ങനെയാണ് ആ ബോധത്തിൻ്റെ മുഖമുദ്ര? എന്താണ് ആ മുഖമുദ്ര എന്ന് ചോദിച്ചാൽ ആ മുഖമുദ്ര പ്രസാദം ആണ്, സന്തോഷം ആണ്. എങ്ങനെയുള്ള സന്തോഷം? ഞാനത് തന്നെയാണ് എന്ന് തീരുമാനമാകുമ്പോൾ, അത് തന്നെയാണ് അത് എന്ന് തീരുമാനമാകുമ്പോൾ അതിൻ്റെ ഭാവം എന്താണ്? എല്ലാവരോടും തുല്യമായ സമീപന രീതി, എല്ലാവർക്കും ചുരുക്കത്തിൽ എന്നെ സ്നേഹവും എനിക്ക് എല്ലാവരോടും സ്നേഹവുമുള്ള ഒരവസ്ഥ. ആ അവസ്ഥയെയാണ് നമ്മൾ ബ്രഹ്മത്തിൻ്റെ അനുഭൂതി എന്ന് പറയുന്നത്. സുഖം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെയുള്ള സുഖം എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാപഞ്ചികമായി ഉണ്ടാകുന്ന സുഖങ്ങൾ ഇല്ലാതാകുന്ന സുഖങ്ങളാണല്ലോ. ഏത് മനുഷ്യനും, എത്ര ഇല്ലാത്തവനും വല്ലാത്തവനും ജീവിതത്തിലെ കുറേ സുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, കുറച്ചെങ്കിലും. ആ ഓരോ സുഖത്തിൻ്റെയും രീതി, അനുഭവം അയാൾക്ക് അറിയാം എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. അങ്ങനെ അറിയാവുന്ന ആ സുഖത്തിൻ്റെ ഒരു അനുഭവം, അത് അതിൻ്റെ ഉപാധികളൊന്നും ഇല്ലാതെയും അത് അവസാനിക്കാതെയും പരമകാഷ്ഠയിലെത്തി നിലനിൽക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. അതാണ് ബ്രഹ്മാനന്ദ അനുഭൂതി എന്ന് പറയുന്നത് എന്നാണ് പഴയ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് വലിയ വിഷമമാണല്ലോ, നടക്കാത്തതാണല്ലോ. ഇത് കുറേ കാലം തപസ് ചെയ്ത് സന്യാസിമാർക്ക് മാത്രമാണല്ലോ പറ്റുക എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് സന്യാസം കൊണ്ടോ ജപം കൊണ്ടോ യജ്ഞം കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ വേദങ്ങൾ വായിക്കുന്നത് കൊണ്ടോ ഒന്നും സാധിക്കില്ല എന്ന് ഗീത നമ്മളോട് തറപ്പിച്ച് പറയുന്നു. ഇതിന് ആവശ്യം ആകെ ഇത് അറിയണം എന്ന ആഗ്രഹവും അതാണ് എൻ്റെ ശരിയായ അവസ്ഥ എന്ന ബോധ്യവും അതിനോട് പ്രേമവും ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കുള്ള ശക്തി, നമുക്കുള്ള ഭക്തിക്ക് പിൻബലമായിട്ടാണ് നിൽക്കേണ്ടത് എന്നർത്ഥം. ചിന്താശക്തി മുഴുക്കെ, ഭാവനാശേഷി മുഴുക്കെ, മറ്റെല്ലാം മറന്നുകൊണ്ട് ഞാൻ ഇതാണ് എന്ന ഒരു അറിവിലേക്ക് പോകുമ്പോൾ, ഇത് തന്നെയാണ് ഞാൻ എന്ന ബോധ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനഃപ്രസാദം ഉണ്ടായി കിട്ടും. അങ്ങനെ മനഃപ്രസാദം ഉണ്ടായി കിട്ടി
ഞാൻ എന്തവസ്ഥയിലായാലും അന്യഥാ വർത്തമാനോപി എന്ന് പറയും. മറ്റെന്ത് അവസ്ഥയിലിരിക്കുമ്പോഴും ഈ ഒരു അനുഭവ ബോധ്യം ഒരു പശ്ചാത്തല ഭാവമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുവെങ്കിൽ നമുക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. പിന്നെ ആൾക്ക് സങ്കടമില്ല, ദ്വന്ദ്വങ്ങളില്ല എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടുള്ള വിഷമം വരില്ല, ജനിമൃതികളില്ല. നിത്യം സത്യം പൂർണ്ണം സ്വതന്ത്രം എന്ന അവസ്ഥയാണ് അത്. ഒരിക്കലും ഇല്ലാതാകാത്ത ഒരവസ്ഥ, സത്യമായ ഒരവസ്ഥ, പൂർണ്ണമായ ഒരവസ്ഥ, അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരവസ്ഥ. പൂർണ്ണതയില്ലാതെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, നിത്യതയില്ലാതെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, സത്യമല്ലാതെ സ്വതന്ത്രം ഒരിക്കലും ആവില്ല. അപ്പം ഇങ്ങനെയുള്ള 4 കാര്യങ്ങളും ഒത്തു വരുമ്പോൾ നമുക്ക് നിത്യത വന്നു, സത്യാവസ്ഥ വന്നു, പൂർണ്ണാവസ്ഥ വന്നു, പൂർണ്ണമായ സ്വാതന്ത്ര്യവും വന്നു. ഈ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സൗമ്യതയിലേക്കുള്ള ഒരു വഴിയാണ്. സൗമ്യം, ശാന്തം, ദീപ്തം, അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ ആനന്ദത്തിലേക്ക് കടന്നു പോവുക. അങ്ങനെ കടന്നു പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആധികൾ, വ്യാധികൾ, ഭീതികൾ ഒക്കെ ഇല്ലാതാവും. പിന്നെ അതിനൊന്നും പ്രസക്തിയില്ല. മാലിന്യങ്ങൾ, കർമ്മദോഷങ്ങൾ, അജ്ഞാനങ്ങൾ, അവിവേകങ്ങൾ, അപകർഷതാബോധങ്ങൾ, ആപശങ്കകൾ, ആശങ്കകൾ, ശങ്കാവിഷയങ്ങൾ, സംശയദോഷങ്ങൾ ഇതൊക്കെ അകന്നു പോവുകയാണ്. ഇതൊന്നും മന്ത്രം ചൊല്ലിയോ ധ്യാനം അല്ലാതെ വേറൊരു വഴിക്കോ നേടാവുന്നതല്ല എന്നും നേരത്തെ പറഞ്ഞല്ലോ, ഗീത ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ആകെ ആവശ്യം സന്മനസ്സാണ്, ഒരല്പം മനോനിയന്ത്രണമാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. അപൂർവമായ ഒരവസ്ഥയാണ് അത്. ഒരാളെ എനിക്ക് സ്നേഹമാണ് എങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ച്. ആ ആള് തിരിച്ചും എന്നെ സ്നേഹമുള്ള ആളാണ് എന്ന് വരുമ്പോൾ ആ സന്തോഷം ഇരട്ടിയാവുന്നു. ആ സ്നേഹം പൂർണ്ണമാവുമ്പോൾ ആ സന്തോഷം പരമകാഷ്ഠയിലെത്തുന്നു. ഇങ്ങനെ 2 പേരുണ്ടാകുമ്പോൾ അത് വീണ്ടും ഇരട്ടിയാവുന്നു. 3, 4, 5, 10 കോടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്രയും ഇരട്ടിയാവുന്നു. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും എല്ലാവരെയും എപ്പോഴും ഞാൻ സ്നേഹിക്കുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ ഈശ്വര, അത് തന്നെയാണല്ലോ പരമമായ ആനന്ദാവസ്ഥ. ഒരാൾക്കും എന്നോട് വിരോധമില്ല, മാത്രമല്ല എല്ലാവർക്കും എന്നെ സ്നേഹമാണ്. അത് ഈ മനുഷ്യലോകത്തിന് മാത്രമല്ല, ജന്തുലോകത്തിന്, സസ്യലോകത്തിന്, മൃഗലോകത്തിന്, എല്ലാറ്റിനും ആണ് എന്ന് ഉള്ള ഉറപ്പ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ എല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തോളം വലുതാവുകയാണ്. നമ്മുടെ അസ്തിത്വം എന്നുള്ളത് ഈ 6 അടി ദേഹത്തിൽ നിന്നും ഇത്രയും കിലോ മാംസത്തിൽ നിന്നുമൊക്കെ മാറിയിട്ട് കുറേശ്ശെ വികസിച്ച് ആദ്യം ഈ ഭൂമിയോളവും, പിന്നെ ഈ സൗരമണ്ഡലത്തോളവും, പിന്നെ ഈ സൗരമണ്ഡലം ഉൾക്കൊള്ളുന്ന ആകാശഗംഗയോളവും, പിന്നെ ആകാശഗംഗയുടെ കൂട്ടായ്മയായ ഒരു ഗാലക്സി ക്ലസ്റ്ററിനോളവും ഒക്കെ വലുതായി പെരുകി വിശ്വം മുഴുവനും ആയി തീർന്ന് വലുതാവുമ്പോൾ നമ്മുടെ ഒരു വലിപ്പം എത്രയാണ്? ആ വലിപ്പത്തിലിരുന്നു കൊണ്ട് നമ്മെ തന്നെ കാണുമ്പോൾ നമുക്ക് പിന്നെ എന്ത് സങ്കടം? ഈശ്വരനുമായി ചേരാൻ മരിച്ചു പോകണം എന്നൊരു ധാരണയാണല്ലോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്കത് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കരകയറുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മരിച്ചു പോകുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈശ്വരനുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും ഈശ്വരാംശമായി ജീവിക്കാൻ കഴിയുമെന്നും നമ്മുടെ ബോധമണ്ഡലത്തിൽ ഈശ്വരനായി തന്നെ നമുക്ക് പരിലസിക്കാൻ കഴിയും എന്നും ഒക്കെയുള്ള ഒരവസ്ഥ. ഇപ്പോൾ എഴുത്തുകാരനായ എനിക്ക് പലപ്പോഴും പലതും എഴുതുമ്പോൾ വല്ലാത്തൊരു ആനന്ദം അനുഭവപ്പെടുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിന് മഹർഷിമാർ തുരീയം എന്നൊരവസ്ഥയാണ് എന്ന് പറയും. അതായത് നമുക്ക് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെ പരിചയമുള്ളൂ. ഒന്നുകിൽ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വപ്നം കാണാതെ ഉറങ്ങുകയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ബോധത്തിനകത്ത് ഇരിക്കുന്നു എന്നല്ലാതെ ബോധം എന്താണ് എന്ന് അനുഭവിക്കുന്നില്ല. പാത്രം നമുക്ക് കയ്യിലുണ്ട്, പക്ഷേ 3 സാധനങ്ങൾ മാറി അതിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ
മൂന്നും ഓരോന്നായിട്ടോ രണ്ടായിട്ടോ മൂന്നും കൂടിയോ നിറച്ചിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെയാണ് ബോധമുള്ളപ്പോൾ, അറിവ് നമ്മൾ ചുറ്റുപാടും ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം തന്നെ ബോധത്തിനകത്തിരിക്കുന്നു. അതുകൊണ്ട് ബോധത്തെ നമ്മൾ അനുഭവിക്കുന്നില്ല. സ്വപ്നം കാണുമ്പോൾ സ്വപ്നം നമ്മൾ അനുഭവിക്കുന്നു, സ്വപ്നം കാണുന്ന ആളെ അനുഭവിക്കുന്നില്ല. സ്വപ്നം കാണാതെ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്ന ആളില്ലാത്തതുകൊണ്ട് ബോധമുണ്ട്, പക്ഷേ ബോധത്തെ അനുഭവിക്കാനുള്ള ആളില്ല. പക്ഷേ സ്വപ്നം കാണാത്ത അവസ്ഥയിലുള്ള ഉറക്കത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ആ ഉറങ്ങുന്ന ആളെ അനുഭവിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് തുരീയം. അളവില്ലാത്ത സന്തോഷമാണ് അതിൻ്റെ ലക്ഷണം. നമ്മൾ ഉറങ്ങുന്നില്ല, ഉണർന്നിരിക്കുകയുമല്ല, സ്വപ്നം കാണുകയുമല്ല എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്നർത്ഥം. അതാണ് ജീവൻ്റെ യഥാർത്ഥ ശാന്തമായ അവസ്ഥ, ബോധത്തിൻ്റെ അവസ്ഥ. ആ ബോധത്തിലേക്കുള്ള വഴിയാണ് ഈ 4ാമത്തെ മഹാവാക്യം നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഇങ്ങനെ ഓർത്താൽ മതി: ഞാൻ തന്നെയാണ് പരമ്പൊരുൾ എന്ന എൻ്റെ ബോധം തന്നെയാണ് അത്. പരമ്പൊരുൾ എന്നത് അത് ഞാൻ തന്നെയാണ് എന്ന ബോധം തന്നെയാണ് എന്ന് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് കിണറൊക്കെ കുഴിച്ച് ചെല്ലുമ്പോൾ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ കാണാലോ, ആ മുക്കിൽ നിന്ന് ഈ മുക്കിൽ നിന്നും മറ്റേ മുക്കിൽ നിന്നുമൊക്കെ കുറേശ്ശെ ഉറവകൾ പൊട്ടി ഉതിർന്ന് ഒലിച്ച് ഇറങ്ങി വരുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ കാത്തിരുന്നാൽ ഈ ഉറവകളൊക്കെ കൂടി ജലസമൃദ്ധമായി നമ്മൾ കുഴിച്ച കുഴിയുടെ പാതിയോളവും നിറഞ്ഞു വരും. തനിയെ വന്നോളും. നമ്മൾ കുഴിച്ചുകൊണ്ടിരുന്നാൽ മതി. വൃത്തിയായിട്ട് കുഴിക്കുക, ശ്രദ്ധിച്ച് കുഴിക്കുക, മറ്റൊരു ദിക്കിലും തിരിഞ്ഞു നോക്കാതെ കുഴിച്ചുകൊണ്ടിരിക്കുക. കുറേ ചെല്ലുമ്പോൾ നമ്മുടെ അകത്തു നിന്ന് ഈ ഉറവകൾ കിനിഞ്ഞ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് ബോധ്യമാവും. ഇത് ബോധ്യമാവാതെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. വലിയ ചുറ്റുവട്ടങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ, സുഖമായി ഇരിക്കാനുള്ള, സ്ഥിരമായി ഇരിക്കാനുള്ള ഒരു ഇടം കണ്ടുപിടിക്കുക. ശല്യങ്ങളൊന്നും ഉണ്ടാവരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വരരുത്, ജന്തുക്കളുടെ ശല്യം ഉണ്ടാവരുത്, പൊടിപടലവും മറ്റുള്ളതൊന്നും ഉണ്ടാവരുത്, ശ്വാസ തടസ്സം വരാൻ പാടില്ല, വലിയ ചൂട്, വലിയ തണുപ്പ്, വലിയ ഉയരം, വലിയ കുഴി ഒന്നും ആവരുത് നമ്മുടെ ചുറ്റുപാടും. അങ്ങനെയുള്ള ഒരിടത്ത് പോയിട്ട് നെറ്റിനെ നിവർന്നിരുന്ന് നമ്മൾ കണ്ണ് വേണമെങ്കിൽ പകുതി അടച്ച് അല്ലെങ്കിൽ മുഴുവനായിട്ട് അടച്ച് എങ്ങനെ വേണ്ടിച്ചാവാം, മറ്റൊന്നും ആലോചിക്കാതിരിക്കുക എന്നൊരവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ കൂടെ ഇതാ എൻ്റെ ശരീരം, എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ഞാനെന്ന ഭാവം, അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഒന്നുണ്ടല്ലോ, അത് ആണല്ലോ എൻ്റെ ജീവൻ. ആ ജീവൻ എന്ന് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ, കണ്ണടച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ആ ജീവൻ തന്നെയാണ് അത് എന്ന ഒരു ബോധത്തിലേക്ക് മെല്ലെ പ്രവേശം കിട്ടും. ആ ബോധത്തിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടേക്കുള്ള വഴി പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒട്ടും ബേജാറാവേണ്ട കാര്യമില്ല. നമുക്ക് ആ വഴി ഒരിക്കലും പഴക്കില്ല. മാത്രമല്ല, ഇന്നലെ എത്തിയെടുത്ത് നിന്നാണ് നമുക്ക് നാളെ പിന്നെ മുന്നോട്ട് പോകാനുള്ളത്. വന്ന വഴിയെ വീണ്ടും വരേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല. ഇത് ശീലിച്ചു നോക്കൂ. നമുക്ക് സാധാരണഗതിയിലുള്ള സങ്കടങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും. അത്ര വേഗം നമ്മളെ സങ്കടപ്പെടുത്താനോ പ്രലോഭിപ്പിക്കാനോ പ്രേണിപ്പിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നും കഴിയില്ല എന്നൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന താപകോപങ്ങൾ, ഒരുപാട് വികാര വിക്ഷോഭങ്ങളൊക്കെ മുൻപത്തെ പോലെ ഇല്ല, ശക്തമായിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാവും. അപ്പോൾ ശാന്തത എന്ന ഒരു വലിയ അനുഗ്രഹം ഉണ്ടാവും. ശാന്തതയാണ് ഏറ്റവും വലിയ ധ്യാനത്തിൻ്റെ ലക്ഷണം. ശ്രമിച്ചു നോക്കൂ. ആർക്കും, കുട്ടിയായാലും മുതിർന്നയായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് ജാതിയായാലും മതമായാലും ഏത് അവസ്ഥയിലായാലും നമുക്ക് അത് നേടാനായിട്ട് സാധിക്കും. എല്ലാ മനുഷ്യർക്കും എന്നാണ് ഗീത പറയുന്നത്. ഉപയോഗിക്കുന്ന വാക്ക് മാനവ എന്നാണ്. അങ്ങനെ എല്ലാ ജലാശയങ്ങളും സമൃദ്ധമായി നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നുകൂടി അറിഞ്ഞുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തിൽ അടിയുറച്ചു നിന്ന് ഈശ്വരീയമായ ആനന്ദം സുലഭമായി അനുഭവിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ.